നിങ്ങൾ കാണണം കേട്ടോ, എല്ലാവരും കയറി കാണണം. ഉപ്പു എൻ്റെ പൊന്നെ അവരാധം ഫാസ്റ്റ് ഫാസ്റ്റിലൊക്കെ വേറെ വല്ല ഫാസ്റ്റ് ഫാസ്റ്റിൽ വെറുതെ അല്ല ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ പോകാത്തത്. എൻ്റെ പൊന്നെ പടം നിങ്ങൾ കയറി കാണാം. ഒരു സാരി എടുത്തുകൊണ്ടൊക്കെ ഉള്ള ഫൈറ്റ് അല്ലു അർജുൻ നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ വന്ന പടമുണ്ട്. രാവിലെ ഉറക്കമൊഴിച്ച് വന്ന് കയറിയിട്ട് ഇതുപോലത്തെ ഒരു മൂഞ്ചിയ പടമായി പോയാലെന്ന് ആലോചിക്കും. സത്യം കങ്കുവയ്ക്ക് ഒരു എതിരാളിയായിരിക്കും ഇത്. സത്യം കങ്കുവ സത്യം പറഞ്ഞാൽ ഇതിന് മുകളിലാണെന്ന് തോന്നുന്നു ഈ പടം കണ്ടിട്ട്. ഞാൻ പ്രതീക്ഷ കൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്കറിയുണ്ട്. എനിക്ക് സത്യം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. ആരെങ്കിലും നിങ്ങൾ കണ്ടോ പടം കണ്ടായിരുന്നോ? കാണണം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. പൊന്നാണ് അടപടല മൂഞ്ചി എന്തൊരു പടമാണ്. സത്യം എന്ത് പറ്റിയതല്ല, ഒന്നുമില്ല അതില്. അതിൻ്റെ ഉള്ളത് എങ്ങനെയെങ്കിലും ഉള്ള അതിനുശേഷം എന്തോന്ന് അവരാതെ എടുത്ത് വെച്ചേക്കണം. ഉള്ളിലടാ ഒരു വകയ്ക്ക് ഉള്ളില്ല, ഫസ്റ്റിന്റെ പകുതിക്ക് പോലും ഇല്ല. ഇന്റർവ്യൂല് അല്പമെങ്കിലും കൊള്ളായിരുന്നു. ഇന്റർവ്യൂലേഷൻ ഇത് കുടുംബ പടം എടുത്ത് വെച്ചേക്കണം. പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂലേഷൻ ഫുള്ള് പദം ഒരു കാശിന് കൊള്ളില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ കണ്ടിരുന്നു, സെക്കൻഡ് ഹാഫ് കൊള്ളായിരിക്കുന്നത് നേരത്തപ്പം ഒരുമാതിരി സീരിയലൊക്കെ ആക്കിപ്പോയി. ഒരു വക കൊള്ളത്തില്ല. എന്തൊക്കെയോ ഒരു കഥ എഴുതണമെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടി എഴുതി വെച്ച വേണ്ട, ഒരു ആവശ്യമില്ല വന്ന് കാണാൻ കൊള്ളത്തില്ല. അല്ലു അർജുൻ ഒരുമാതിരി സ്പൂഫാണ് ആക്കിപ്പോയി, കൊള്ളത്തില്ല. അത്രേ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. കോമഡി ആയിരുന്നു, തുടക്കത്തൊട്ട് അവസാനം ഒരു കോമഡി. അല്ലാതെ അല്ലു അർജുൻ ഒരുമാതിരി സ്പൈഡർമാൻ ആക്കി കളഞ്ഞു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും ഒരു ഫൈറ്റ് സീനുണ്ട്, അതൊക്കെ കാണാൻ ചിരിച്ചു. മോശം, ഒരു വഴിക്ക് കൊള്ളത്തില്ല. അഭിനയം കൊള്ളാം, പക്ഷെ ഫഹദ് ഫാസിലിനെ ഒരുമാതിരി വല്ലാണ്ടായി കളഞ്ഞു. അതെ, കളിയാക്കി വിട്ടു. അങ്ങനെ പറയാം. ആ കൂടി ഫഹദ് ഫാസിലിനെ മാത്രം കണ്ടിരിക്കാം, ബാക്കിയെല്ലാം ഒരുമാതിരി സീരിയൽ വൈബാക്കി. രശ്മികൊക്കെ കണ്ണീരൊക്കെ ഒലിച്ച് സെക്കൻഡ് ഹാഫ് സീരിയലാട്ടോ, സീരിയലാ. ചന്ദനമഴയായി കളഞ്ഞു. പുഷ്പയെ തുടങ്ങിയിട്ട് ചന്ദനമഴയിൽ അങ്ങോട്ട് അവസാനിപ്പിച്ച സിനിമ. അയ്യോ സീരിയല് അവസാനമൊക്കെ സീരിയല്. അയ്യോ കഥയൊക്കെ വിട്ടുപോയി അവസാനം. അൺസഹിക്കബിൾ, സഹിക്കാനേ പറ്റൂല. ഒരിടത്ത് തുടങ്ങി വേറെ എവിടെയോ പോയി തീരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഒരു കണക്ഷൻ ഇല്ലാതെ ക്ലൈമാക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പടം എനിക്ക് എന്തിനാ എടുത്തെന്ന് പോലെ അറിഞ്ഞു, വണ്ണിൽ അങ്ങ് നിർത്തായിരുന്നു. ഇൻട്രോയും അവസാനം നമ്മൾ യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ഒരു ആവശ്യമില്ല, ഇതിൽ നിർത്തില്ലെങ്കിൽ സമാധാനമായിരുന്നു. ഇത് ടേർ കോളേജ് ഉണ്ട്, എന്നിട്ട് ഫാൻസോ എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പിൽ വന്നയാ. എന്തിനാന്ന് അറിഞ്ഞൂടാ, വെറുതെ ഉറക്കം കളഞ്ഞ്. കൊള്ളത്തില്ല, ഒരു ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയും. കൊള്ളത്തില്ല, സീരിയല് പോലെ കഥ എങ്ങോട്ടൊക്കെയാ പോവുക. സ്റ്റോറിക്കകത്ത് അവസാനം ഫഹദിനങ്ങ് ഒരു ക്ലൈമാക്സിൽ ഒന്നുമില്ല. ഫഹദിനങ്ങ് ഇന്റർനാഷണൽ ഊമ്പിയ പടം കാണാൻ എല്ലാവരും മൂഞ്ചിയ പടം. ചിരിക്കണോ പയ്യന്മാറ്റം, ചിരിക്കണമെങ്കിൽ കയറിയത്. ഫുൾ നെഗറ്റീവ്, എന്ത് പറയണമെന്ന് അറിയണ്ട. വരുന്നു പോകുന്നു അടിക്കുന്നു റിപ്പീറ്റ്, അത് തന്നെ. സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഉറങ്ങുമായിരുന്നു. പിന്നെ കുറെ ക്രിഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. നല്ല ബോറായിട്ടുള്ള ഡയലോഗ്സ്. വെരി ഗുഡ്. പക്ഷെ പുള്ളിക്കാരന്റെ എക്സിറ്റ് കുറച്ച് നനഞ്ഞു പോയ എക്സിറ്റ്. താങ്ക് യു. സീരിയലോടെ 3 മണിക്കൂറിൽ 1 മണിക്കൂർ രശ്മികയായിരുന്നു. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. മൂവി കൊള്ളാം, ഫസ്റ്റ് ക്ലാസ് മൂവിയാണ്. നല്ലൊരു എന്താ പറയുക, എല്ലാം കണ്ടൊരു മിക്സർ കണ്ടൊരു ഫീൽ ഉണ്ട്. നല്ലൊരു മാസ് മസാല മൂവി. കുഴപ്പമില്ല, ബിലോ ആവറേജ് ആണ്. പിന്നെ കടിച്ച് തിന്നണത് കാണാൻ പറ്റി, ഇതൊക്കെ തന്നെയാണ്. സാരി എടുത്ത സൂപ്പർ മാസ്, മാരകം, കിടിലം, ഒന്നും പറയാനില്ല. ഉറക്കം പോയത് മാത്രം മിച്ച സത്യം. ആ ഫൈറ്റിംഗ് ഒക്കെ വൻ മോശമായി പോയി. കാരണം വെച്ചാൽ കയ്യും കാലും കെട്ടിയിട്ട് കടിച്ചൊക്കെയാണ് തിന്നണത്. അത്രേ പറയാവുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. പോരാ, അത്രയും പോരാ, ഫസ്റ്റിന്റെ അത്രയും പോരാ. റപ്പ മൂവി ഫുൾ ഇന്റർനാഷണൽ വൈൽഡ് ഫയർ ആണ്, അടിപൊളി ഫയർ. കൊള്ളാം, പക്ഷെ ഇമോഷണൽ കണക്ട് അധികമായിട്ട് വേണ്ടായിരുന്നു. പുഷ്പ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ആവറേജ് മൂവി. അല്ലു അർജുൻ എന്നുള്ള ഒരു നല്ലൊരു നടൻ. ഏറ്റവും ലാസ്റ്റൊക്കെ കുറച്ച് കോമഡി ആയിപ്പോയി, സെന്റിമെന്റ്സ് ഒക്കെ. പിന്നെ ഫഹദുള്ളത് കൊണ്ട് അത്യാവശ്യം ഒരു വിധം പിടിച്ചു നിന്ന് പോയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും നല്ലൊരു നടന് ഫാൻസ് വളരെ കുറവായി പോയതിൽ ഒരു വിഷമമുണ്ട്. കാര്യം ബാക്കി വിജയ് ആയിരുന്നാലും സൂര്യയുടെ കങ്കുവക്കായിരുന്നപ്പോൾ തന്നെ ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അല്ലു അർജുന് ഇപ്പം ഫാൻസായിട്ട് കുറച്ച് ആൾക്കാർ പോലും കാണുന്നില്ല എന്നാണ്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഞാനൊരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ കലയെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് ഈ വേഷം കിട്ടണമെങ്കിൽ ഒരു നാണക്കരുമില്ല, ഞാൻ അത് ചെയ്തേ വരുള്ളൂ. മാംഗോ ചില്ലിക്കല്ലേ നാരങ്ങ പിഴിയാൻ വേണ്ടി വെച്ചേക്കണം. സുമേഷ് നേരത്തെ ലൈവിലുണ്ടായിരുന്നു. ഇനി പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ സുമേഷിനെ കൊണ്ടുവരും. അടുത്ത സിനിമയ്ക്ക് സുമേഷിനെ കൊണ്ടുവരും. ബാർ ഹൗസിൽ ചില മുട്ടയടിക്കാൻ ചാൻസ് കൂടുതലാണ് ബ്രോ. രണ്ടുപേരും ഫഹദ് ഫാസിൽ അല്ലു അർജുൻ എല്ലാം സൂപ്പറായിരുന്നു.
സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ല. പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല. എക്സ്പെക്ടേഷൻ്റെ അത്ര പോരാ. നല്ല ലാഗാ, വെറും ലാഗാ. കൊള്ളത്തില്ല ബ്രോ, കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുഷ്പ 1ന്റെ വിലയും കൂടെ കളഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം. രശ്മികയൊക്കെ ഭയങ്കര ഓവർ ആക്ടിങ്ങും പിന്നെ പടത്തിന്റെ ട്രാക്കൊക്കെ പാതി വെച്ച് മാറ്റി ഒരുമാതിരി സീരിയൽ പോലെ ഒക്കെ ഉണ്ടാക്കി കളഞ്ഞു. പടം കൊള്ളത്തില്ല. അടിപൊളി സിനിമ. നല്ല നാഷണൽ അവാർഡ് അടുത്ത് അല്ലൂർന്ന് കിട്ടും. നല്ല അഭിനയമുണ്ട്. ഡാൻസ് ഒക്കെ അടിപൊളിയാണ്. 1 പാർട്ടിനെക്കാളും 2 പാർട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി 3ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഫാൻസിന് വേണ്ടിയുള്ള പടം. കുഴപ്പമില്ലായിരുന്നു, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലായിരുന്നു. അടിപൊളി ഫാൻസ് പടം സാധനം നല്ലതാണ്.